അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് കമ്പിളി നാരങ്ങ എങ്ങനെ അച്ചാറിടണം എന്നുള്ളത് നോക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഓയിൽ ഒഴിക്കാം. ഇതിന് ഇത് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. അതിനുശേഷം കടുക്, ഉലുവ, നല്ല ജീരകം ഇതൊന്നായിട്ട് അതിൽക്കിടുക. അത് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഉണക്കമുളക് ഇടാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി തന്നെ നന്നായിട്ട് ഒന്ന് മൂത്ത് വരും. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. എല്ലാം ഉണ്ട്. ഇതിലിപ്പോൾ കടുക്, ഉലുവ, നല്ല ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ഇത് ഉണക്കമുളക് പൊട്ടിച്ചത്, ഇനി കറുവേപ്പില ഇടണം. ഇതാ മുളക് പൊടി, മുളക് പൊടി കുറച്ച് ഇതിലിടുക. എന്നിട്ട് അതിന് ശേഷം ഇത് ഒന്ന് ബ്രൗൺ കളറാകുമ്പോൾ ഇതിട്ടിട്ട് ഒന്ന് മുളക് പൊടി ഒന്ന് മൂത്താൽ ഒരു ചുവപ്പ് കളർ വരുള്ളൂ, അച്ചാറിൻ്റെ കളർ വരും. അപ്പോൾ നമുക്ക് അതിൽ കൂടെ പിന്നെ നല്ല മണം വന്ന് തുടങ്ങും. അപ്പോൾ അതിന് ശേഷം നമുക്ക് നാരങ്ങ കൊട്ടാം. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് ബാക്കി ഉപ്പ് ഇടുന്നത് കുറച്ച് പൊടിപ്പായിട്ടുള്ളത്. ഇനി അതിനുശേഷം നല്ല കുറച്ച് വെള്ളം ഒഴിക്കും. ഞാൻ ഇത് വേകാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് വേകണം, എന്നാലും എനിക്ക് ശരിയുള്ളൂ. ഇവിടെ ഉമ്മക്കുള്ളതല്ലേ, അപ്പം ഉമ്മക്കൊന്നും അതിൻ്റെ ഒരു സോഫ്റ്റായില്ലെങ്കിൽ കഴിക്കാൻ ഇഷ്ടമല്ല. അത് അതിൽ കൂടെ കുറച്ച് വെള്ളം ഒഴിക്കും. എന്നിട്ടാണ് പിന്നെ സുർക്കൊക്കെ ഒഴിക്കുക. ഇതിലിപ്പോൾ നല്ലെണ്ണയിൽ ചെയ്യുമ്പോൾ അങ്ങനെ സുർക്ക വേണമെന്നൊന്നുമില്ല. ഇതൊന്നും പുളിപ്പുള്ള സാധനമല്ല. എന്നാലും കുറച്ചൊഴിക്കും. കുറച്ച് കല്ലുപ്പിടാം. കുറച്ച് ഉപ്പ് മുന്നിലേക്ക് നിൽക്കണം. അച്ചാറിന് അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഒന്നാമത് പുളിപ്പുള്ള സാധനമല്ലേ, എത്ര ഉപ്പിട്ടാലും അറിയില്ല. ലേശം ഇത് ശരിക്കും പറഞ്ഞാൽ അച്ചാറാണ് പ്രഷറുള്ള ആൾക്കാർക്കൊന്നും പറ്റില്ല. പക്ഷേ അച്ചാറില്ലാണ്ട് ജനങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ, ഞങ്ങളുടെ ഉമ്മക്കൊക്കെ നല്ല പ്രഷറാണ്, എന്നാലും അച്ചാറില്ലാണ്ട് ആൾ കഴിക്കില്ല ഭക്ഷണം. വെള്ളം ഒഴിക്കുക. നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ശേഷം പഞ്ചസാര ഇട്ടാൽ അതിനെക്കാട്ടും നന്നായിരിക്കും. കുറച്ചതൊരു ടിപ്പാണ്. ഈ പുളിപ്പുള്ള നാരങ്ങയ്ക്ക് കുറച്ച് പഞ്ചസാര ഇട്ടാൽ കുറച്ച് നന്നായിരിക്കും. കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ്. 2 പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായി ഇളക്കി നന്നായി വേകട്ടത്. ഉപ്പ് നല്ല ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുള്ള ഉപ്പിടുക. ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ബാക്കി മുളക് പൊടി ഇതിലിട്ടിട്ടുണ്ട്. നല്ല എരിവുള്ള അച്ചാറാണ്. നമുക്ക് കുറച്ച് കായപ്പൊടി ഇടാം. അച്ചാർ റെഡി ആയിട്ടാ. ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ലേശം വിനാഗിരി ഒഴിക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി. ഇതിൽ പുളിപ്പൊക്കെ നല്ല ഇഷ്ടം പോലെ ഉണ്ട്. ഓഫാക്കുക. ചട്ടി ഓഫാക്കിയിട്ട് ഗ്യാസ് ഓഫാക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.
പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് കമ്പിളി നാരങ്ങ എങ്ങനെ അച്ചാറിടണം എന്നുള്ളത് നോക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഓയിൽ ഒഴിക്കാം. ഇതിന് ഇത് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. അതിനുശേഷം കടുക്, ഉലുവ, നല്ല ജീരകം ഇതൊന്നായിട്ട് അതിൽക്കിടുക. അത് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഉണക്കമുളക് ഇടാം. നമുക്ക് നാരങ്ങ ഒട്ടാം. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കി ഉപ്പ് ഇടുന്നത് കുറച്ച് പൊടിയുപ്പായിട്ടുള്ളത്. ഇനി അതിനുശേഷം നല്ല കുറച്ച് വെള്ളം ഒഴിക്കും. ഞാൻ ഇത് വേകാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് വേകണം, എന്നാലും എനിക്ക് ശരിയാവുള്ളൂ. ഇവിടെ ഉമ്മക്കുള്ളതല്ലേ, അപ്പം ഉമ്മക്കൊന്നും അതിൻ്റെ ഒരു സോഫ്റ്റായില്ലെങ്കിൽ കഴിക്കാൻ ഇഷ്ടമല്ല. അത് അതിൽ കൂടെ കുറച്ച് വെള്ളം ഒഴിക്കും. എന്നിട്ടാണ് പിന്നെ സുർക്കൊക്കെ ഒഴിക്കുക. ഇതിലിപ്പോൾ നല്ലെണ്ണയിൽ ചെയ്യുമ്പോൾ അങ്ങനെ സുർക്ക വേണമെന്നൊന്നുമില്ല. ഇതൊന്നും പുളിപ്പുള്ള സാധനമല്ലേ, എന്നാലും കുറച്ചൊഴിക്കും. കുറച്ച് കല്ലുപ്പിടാം. കുറച്ച് ഉപ്പ് മുന്നിലേക്ക് നിൽക്കണം. അച്ചാറിന് അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഒന്നാമത് പുളിപ്പുള്ള സാധനമല്ലേ, എത്ര ഉപ്പിട്ടാലും അറിയില്ല. ലേശം ഇത് ശരിക്കും പറഞ്ഞാൽ അച്ചാറാണ്. പ്രഷറുള്ള ആൾക്കാർക്കൊന്നും പറ്റില്ല. പക്ഷേ അച്ചാറില്ലാണ്ട് ജനങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ, ഞങ്ങളുടെ ഉമ്മക്കൊക്കെ നല്ല പ്രഷറാണ്, എന്നാലും അച്ചാറില്ലാണ്ട് ആൾ കഴിക്കില്ല ഭക്ഷണം. വെള്ളം ഒഴിക്കുക. നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ശേഷം പഞ്ചസാര ഇട്ടാൽ അതിനെക്കാട്ടും നന്നായിരിക്കും. കുറച്ചതൊരു ടിപ്പാണ്. ഈ പുളിപ്പുള്ള നാരങ്ങയ്ക്ക് കുറച്ച് പഞ്ചസാര ഇട്ടാൽ കുറച്ച് നന്നായിരിക്കും. കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ്. 2 പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായി ഇളക്കി നന്നായി വേകട്ടത്. ഉപ്പ് നല്ല ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുള്ള ഉപ്പിടുക. ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ബാക്കി മുളക് പൊടി ഇതിലിട്ടിട്ടുണ്ട്. നല്ല എരിവുള്ള അച്ചാറാണ്. നമുക്ക് കുറച്ച് കായപ്പൊടി ഇടാം. അച്ചാർ റെഡി ആയിട്ടാ. ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ലേശം വിനാഗിരി ഒഴിക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി. ഇതിൽ പുളിപ്പൊക്കെ നല്ല ഇഷ്ടം പോലെ ഉണ്ട്. ഓഫാക്കുക. ചട്ടി ഓഫാക്കിയിട്ട് ഗ്യാസ് ഓഫാക്കുക. അസ്സലാമലൈക്കും.